കാലങ്ങൾ ഇങ്ങനെ അടുത്തു വരും, കാലം അടുത്തു വരും. സമയത്തിൽ നിന്ന് ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. സമയത്തിന് ബർക്കത്തില്ല. പിന്നെ എന്ത് സംഭവിക്കും? ഒരു കൊല്ലം കടന്നു പോകുന്ന, ഒരു മാസം പോകുന്ന സ്പീഡിൽ. ഒരു മാസത്തിന്റെ ദൂരം, ഒരു മാസത്തിന്റെ ദൈർഘ്യം ഒരാഴ്ച പോലെ, ഒരാഴ്ച കിടക്കണ പോലെ. ഒരാഴ്ചയുടെ വേഗത ഒരു ദിവസത്തിന്റെ വേഗത പോലെ. ഒരു തീപ്പൊരി പാറുന്ന പോലെ മണിക്കൂറുകൾ കഴിഞ്ഞു പോകുന്നത് ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ. ആലോചിച്ച് നോക്കി, ഇന്നിപ്പോ ഏതാ ദിവസം? ശനിയാഴ്ചല്ലേ? കഴിഞ്ഞ ശനിയാഴ്ച. ഉറൂസിനൊക്കെ പരിപാടിക്കൊക്കെ 3-4 മാസം മുമ്പ് നമ്മുടെ ചെറുപ്പക്കാരല്ലാത്തവരും ഇപ്പോൾ ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന്. പടച്ച 4 മാസത്തെ ആയോ എത്ര പെട്ടെന്ന്, 4 ആഴ്ചയുടെ വേഗതയെ പോലെ. സമയം നമുക്കിപ്പോ തോന്നുന്നില്ല അങ്ങനെ എത്ര പെട്ടെന്ന് റബീഉൽ അവ്വലിലേക്ക്, റമദാൻ എന്ന റമദാനിലേക്ക്, അല്ലെ, മുഹറത്തിൽ നിന്ന് മുഹറത്തിലേക്ക്, ഹജ്ജിൽ നിന്ന് ഹജ്ജിലേക്ക്, പെരുന്നാളിൽ നിന്ന് പെരുന്നാളിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരാൻ ഇത് നമ്മൾ അനുഭവിക്കുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. സമയത്തിൽ അല്ലാഹു ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും സമയമില്ല എന്നാ, ഒരാൾക്കും സമയമില്ല. തീരെ സമയമില്ലാത്തത് റോട്ടിൽ കടന്നാൽ മനസ്സിലാവുന്നത് ഓട്ടോറിക്ഷക്കാർക്കാണ്. തീരെ നേരമില്ല. ഓരത്ര ബിസി ആയിട്ട് ആരില്ല. പിന്നെ കല്ലുമണ്ണം കൊണ്ടുള്ള ലോറിക്കാർ, ഇവർക്ക് തീരെ നേരമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള ആംബുലൻസ് ബാക്കിൽ ഉണ്ടാവില്ല, സൈഡ് കൊടുക്കൂല, പോകാൻ വിടൂല. തീരെ നേരമില്ല. എന്ത് ചെയ്യാൻ പറ്റും? റോട്ടുകാരെ എല്ലാവർക്കും ബിസിയാണ്. എന്നിട്ട് റോഡ് ആക്സിഡന്റുകൾ. ഇവിടെ ട്രാഫിക് പോലീസുകാരൊക്കെ ഒരുപാട് ഇത്തരം അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ നടത്തും. എന്തുപകാരം. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പോലീസുകാരെ കൈയാട്ടി നിർത്താൻ നല്ലാണ്ട് എല്ലാവർക്കും തിരക്ക്. ഇന്ന് എന്താ ഈ തിരക്ക്? ഒരു തിരക്കില്ല. വീട്ടിൽ ചിസറ വിളിക്കാനൊക്കെ പോണത്. എന്തെങ്കിലും ഒരു കാര്യമായ അർജന്റ് വേണ്ടി എല്ലാവരും തിരക്ക് കൂട്ടി. എന്തിനാണ് ഈ തിരക്ക്? അൽഅജബത്തു മിനശ് ശൈത്വാൻ. ഇങ്ങനെ തിരക്ക് പിടിക്കുന്നത് പിശാചിന്റെ സ്വഭാവമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സംസ്കാരം നമ്മുടെ റോട്ടിലും നമ്മൾ ഡ്രൈവിംഗിലും കാണാൻ പറ്റുന്ന സംസ്കാരം ഡ്രൈവിംഗിൽ കാണാൻ പറ്റും, നടത്തത്തിൽ കാണാൻ പറ്റും, ബൈക്ക് ഓടിക്കുന്നതിൽ കാണാം. ഇത് മുസ്ലിമിന്റെ സംസ്കാരമാണ്. മറ്റുള്ളവനെ ബഹുമാനിക്കുക. അങ്ങനെയാണ് മറ്റുള്ളവനെ ബഹുമാനിക്കുക. ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കുമ്പോഴേക്കും പൈലറ്റായി എന്ന വിചാരം. സുബ്ഹാനല്ലാഹ്. എന്നാൽ ആർക്കെങ്കിലും ഷെയറെടുത്തു ഓട്ടോറിക്ഷ ഡ്രൈവർക്കാർ സദസ്സിലുണ്ടാവും. അവര് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയ നല്ല മനുഷ്യന്മാരാട്ടോ. അവരുണ്ട്. ബസ്സിലെ കണ്ടക്ടർമാരും ഡ്രൈവർമാരൊക്കെ അതിന്റെ ഉള്ളിൽ കയറിയ ഒരു സ്വഭാവം. ലീവിൽ ഇറങ്ങിയ എന്തോ ഒരു നല്ല മനുഷ്യന്മാരെ, പക്ഷെ അത് കയറിയിരുന്ന എന്തോ സ്വഭാവം. എന്തിനാണതൊക്കെ? അജലത്തു മിനശ് ശൈത്വാൻ. നമുക്ക് പാടില്ല. പരസ്പരം ബഹുമാനിക്ക്. തിരക്ക് പിടിച്ചു പോകുന്ന ആളുകളുണ്ട്, അവർക്ക് വഴി കൊടുക്കുന്നത് നന്മയാണ്. കൂലി കിട്ടും. ഹെൽമെറ്റ് ധരിച്ചാൽ കൂലി കിട്ടൂലേ? നിങ്ങളെന്താ പറയുന്നത്? ഹെൽമെറ്റ് ധരിച്ചാൽ അള്ളാഹുവിന് കൂലി കിട്ടും. പോലീസുകാർക്ക് വേണ്ടി ധരിക്കണ്ട, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായി പറയുന്നു. നാശം വരുത്തി വെക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? നാശം വരുത്തി എന്റെ ഒരു ബൈക്കിൽ നിന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ റോട്ടിൽ തലയടിച്ചു വീണാൽ ബ്രെയിൻ പോയാൽ പിന്നെ എന്താ? ജീവക്ഷമമായി കടന്നിട്ട് എന്താ കാര്യം? തലച്ചോറെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ജീവന്റെ തുടിപ്പ് ബാക്കി സംസാരിക്കാനെങ്കിലും പറ്റും. തലച്ചോറിന് കേടുവരില്ല ഹെൽമെറ്റ് ധരിച്ചാൽ. ഇത് ഞാൻ ധരിക്കണത് അല്ലെ നാശത്തിലേക്ക് എടുത്തു ചാടരുത്, നാശം വരുത്തി വെക്കരുതെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതുകൊണ്ട് വെക്കുകയാണ്. അങ്ങനെ ഹെൽമെറ്റ് വെച്ച് ധരിച്ച് വാഹനം ഓടിക്കുന്ന ബൈക്കുകാരൻ ആ വാഹനപ്പുറത്തിരിക്കുന്ന സെക്കൻഡ് അള്ളാഹുവിന്റെ ചെയ്ത ഇബാദത്താണ്. പോലീസുകാർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലൊക്കെ ചൂടെടുക്കലൊക്കെ ഹെൽമെറ്റിന് ഭാരം തോന്നലൊക്കെ പോലീസുകാർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നീ നിനക്ക് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യ്. അതിലെന്താ കുഴപ്പം? ചെക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ട് പൊടിയൊക്കെ തട്ടിട്ട് എടുക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ ഡിസിപ്ലിനുള്ള സമൂഹമാണ്. മുസ്ലിമീങ്ങൾ ഡിസിപ്ലിനുള്ള ആളുകളാണ്. ലാ യജൂസു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ. ഒരു വിശ്വാസിക്ക് മറ്റൊരാളെ പേടിപ്പിക്കാൻ പാടില്ല. വാഹനം ഓടിക്കുമ്പോൾ പേടിപ്പിച്ചു കുത്തുവെന്ന് വിചാരിച്ചു വരിക, ചടമ്പടിക്കയുടെ മുമ്പിൽ വന്നിട്ട് ഇടങ്ങാറാക്കുക. ഇത് പേടിപ്പിക്കാനാണ് അല്ലെ? സൈലൻസറൊക്കെ ഇല്ലാത്ത സൗണ്ടൊക്കെ ഇട്ടിട്ട് പട്ടപ്പട്ടാന്ന് പൊട്ടിച്ചു പോവുക. അവിടെ കടന്നുറങ്ങുന്ന കുട്ടികളുണ്ടാവും. ആ മക്കളെ ഉറക്കാൻ ഉമ്മാര് പെട്ട പാട് ഒരുക്കും അള്ളാഹ്ക്കിന് അറിയുണ്ടാവുള്ളൂ. ഒന്ന് ഉറങ്ങി കിട്ടാൻ കുഞ്ഞ്. പിന്നെ ഉണർത്താൻ എന്താ എളുപ്പ? സുബ്ഹാനല്ലാഹ്. അവന്റെ ഒരു ബൈക്കിൽ പോയ കുട്ടികൾ ഒന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ബൈക്ക് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മക്കളെ ആരെ പറ്റിയല്ലേ ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ എല്ലാ നാട്ടിലും ഉണ്ട്. ഇങ്ങനെ
കബീർ ബഷീർ ഉസ്താദ് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല. എല്ലാ ഉസ്താദ് മഹല്ലിൽ 10-20 കൊല്ലത്തിലേറെയുള്ള ബന്ധമാണ്. അപ്പോ ഉസ്താദ് മഹല്ലുകളിൽ നിന്ന് എല്ലാ ഉസ്താദിന്റെ പ്രത്യേകത സ്വന്തം രാജിവെച്ച് പോകല്ല. എല്ലാ മഹല്ലിൽ ഞാൻ പോകാന്ന് പറഞ്ഞു പോകലാണ്. അങ്ങനെ ഉണ്ടാവാറ്, നാട്ടുകാർ വിടാറില്ല. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വിഷയം, എല്ലാ നാട്ടിലും കുറച്ച് ഉസ്താദിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഏത് മഹല്ലിൽ പോയാലും സംഗതി ഒന്ന് തന്നെയാണ്. ഉസ്താദിന്റെ സ്വന്തക്കാർ കുറച്ചുണ്ടാവും, പിന്നെ ഉസ്താദിന്റെ കുറ്റം മാത്രം നോക്കിയെടുക്കാൻ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും, കുറച്ച് ദീപത്ത് കമ്മിറ്റിക്കാരും ഉണ്ടാവും. ഇത് എല്ലാ നാട്ടിലുണ്ട്. ഒരു മഹലിൽ നിന്ന് പോയി മറ്റോടത്ത് പോയി അവിടെ ഉണ്ട് തന്നെ, അവിടെ നിന്ന് മാറിപ്പോയി. അതുകൊണ്ടൊന്നും കാര്യമില്ല. സുബ്ഹാന, എല്ലാ നാട്ടിലും ഒരേപോലത്തെ സൈക്കോളജിയാണ് നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഓർമ്മ എല്ലാ നാട്ടിലും ഇതൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളെന്തെല്ലാം വഴിയുടെ പ്രശ്നം വന്നു ആർക്കും അങ്ങനെ വിഷമം ആരും ദേഷ്യം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു ന്യൂസിന്റെ അടുത്തില്ല, അങ്ങനെ ഒരു സംഭവമല്ല. അങ്ങനെ ആരും വിഷമിക്കരുത്. പക്ഷെ നമ്മളിൽ നിന്ന് നന്മയെ ഉണ്ടാകാവൂ, ഇതൊരു നിർബന്ധം. അതുകൊണ്ട് പറയാം. അപ്പൊ അങ്ങനെ ഉസ്താദ് എൻഫീൽഡ് ബുള്ളറ്റിനെ ഉദ്ദേശിച്ച് പറഞ്ഞാന്ന് ആരും പറഞ്ഞേക്കണ്ട. എനിക്കറിയില്ല അങ്ങനെ വല്ല ബുള്ളറ്റ് കൂടെ ഉണ്ടോ. ഹാർലി ഡേവിഡ്സൺ ഒന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പോ ഒരാൾക്കും മറ്റൊരാളെ പേടിപ്പിക്കാൻ പാടില്ല. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. പേടിപ്പിക്കുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യരുത്. ബസ്സുകാർ അങ്ങനെ ഓടിക്കരുത്. കാർ ഓടിക്കുന്നവൻ, ബൈക്ക് ഓടിക്കുന്നവൻ മറ്റുള്ളവനെ പേടിപ്പിക്കുന്ന രീതിയിൽ ഓടിക്കാം. അത് അള്ളാഹുവിന്റെ നിയമമാണ്, ഇസ്ലാമിന്റെ ട്രാഫിക് നിയമമാണത്. അതല്ല ഇതിനർത്ഥം. ഡിസിപ്ലിൻ, പരസ്പര ബഹുമാനം വേണം. ജീവനാണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഓട്ടോറിക്ഷയാണെങ്കിലും അതൊരു കുടുംബത്തിന്റെ അത്താണിയാണ് അത് ഓടിക്കുന്ന ഡ്രൈവർ. അതിന്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്നവർ, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടാവും, പാവപ്പെട്ട ആളുകളുണ്ടാകും. കാറ് വിളിച്ചു പോകാൻ പറ്റാത്തവനാ ഓട്ടോറിക്ഷയിൽ പോകുന്നതെന്ന് വിചാരിക്കാം. ജീവന് വില കൊടുക്കണം. വാഹനത്തിന്റെ വലുപ്പത്തെ നോക്കിയിട്ടോ വില നോക്കിയിട്ടോ അല്ല, ജീവന് വില കൊടുക്കണം. പരസ്പരം ബഹുമാനിക്കണം. ധൃതി പിടിക്കല്ല. എല്ലാവർക്കും ധൃതി. ഇതാണ് ഇന്നത്തെ പ്രത്യേക പ്രശ്നം. എല്ലാവർക്കും ധൃതി. ആർക്കും സമയം തികയുന്നില്ല. അതാണ് പ്രശ്നം. സമയത്തിൽ ബറക്കത്ത് അല്ലാഹു എടുത്തു കളഞ്ഞു. ഇതിനർത്ഥം ഒരു പടി നടക്കണില്ല, സമയമില്ല എന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ എല്ലാവർക്കും സമയം ഉണ്ടതാണ്. ഇത് ഒരു അത്ഭുതമാണ്. ഇത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇങ്ങനെ സംഭവിക്കുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം എളുപ്പത്തിലായി അല്ലേ? ഫോൺ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്ര ഫാസ്റ്റ് ആണ്. നമ്മുടെ യാത്രകൾ എത്ര സ്വിഫ്റ്റ്, എത്ര സ്പീഡിലാണ് നമ്മുടെ യാത്രകൾ നടക്കുന്നത്. എന്നിട്ടും സമയമില്ല. ബറക്കത്ത് അല്ലാഹു എടുത്തു കളഞ്ഞതാണ്. അടുത്ത ഹദീസ് 11. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാ, കാതിബു സിർരി റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീക്രട്ടിന്റെ സൂക്ഷിപ്പുകാരൻ എന്നാണ് സ്വഹാബിനെ അറിയപ്പെടുക. നബി തങ്ങളുടെ സ്വകാര്യതകൾ അറിഞ്ഞ സ്വഹാബി. സ്വകാര്യമായ പല ഇൽമും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് ആർക്കാണ്? ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. പല സ്വകാര്യം പറഞ്ഞു. ഇത് സ്വകാര്യമാണ് ഹുദൈഫ. മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് വന്നു. ഇവിടെ ഹദീസ് അതല്ല, ഹദീസിലേക്ക് വരുന്നതിന് മുമ്പ് മുനാഫിക്കീങ്ങളുടെ പേര് വിവരം കൊടുത്തു അഷ്റഫുൽ ഖൽഖിന് ജിബ്രീൽ അലൈഹിസ്സലാം. അവിടുത്തെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിക്കുള്ളിൽ ഇരിക്കുന്നവർ മനസ്സിന്റെ ഉള്ളിൽ കാഫിറാൻ, അവിശ്വാസിയാണ്. അല്ലാഹുവിൽ വിശ്വാസമില്ല, റസൂലിൽ വിശ്വാസമില്ല. പക്ഷേ ചേലിലും കോലത്തിലും മുസ്ലിമിന്റെ കോലമാണ്. മുനാഫിക്ക് കപട വിശ്വാസി, ഹിപ്പോക്രിറ്റ്സ്, കപട വിശ്വാസി എന്ന് പറയും അല്ലേ? മുനാഫിക്കുകൾ നമുക്ക് ഇന്ന് വഹി അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലശേഷം മുസ്ലിം, കാഫിർ, മുസ്ലിം ഗൈർ മുസ്ലിം, മുസ്ലിം അല്ല, ഇങ്ങനെ 2 കാറ്റഗറി ഉള്ളൂ. അതിൽ മുനാഫിക്കിന്റെ കാറ്റഗറി ഇന്നില്ല. ചില സ്വഭാവങ്ങൾ മുനാഫിക്കിന്റെ സ്വഭാവമാണ് എന്ന് ഹദീസിലുണ്ട്. അതേപറ്റി മുനാഫിക്കെ എന്ന് വിളിക്കാൻ പാടില്ല. അത് ആരാണ്? അല്ലാഹുവിനെ അറിയുള്ളൂ. മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന സംഗതിയല്ലേ, അത് വഹി കൊണ്ട് അറിയാൻ പറ്റുള്ളൂ. അല്ലാഹു തആല വിവരം കൊടുത്തു, നബിയെ ആരൊക്കെയാണ് മുസ്ലിമിന്റെ കോലം കെട്ടി അങ്ങയുടെ മുമ്പിൽ കുഫ്ർ പുതച്ചു നടക്കുന്നവർ ആരൊക്കെയാണ്? 100 കണക്കിന് ആളുകളുടെ പേര് വിവരം അല്ലാഹു അഷ്റഫുൽ ഖൽഖിന് പറഞ്ഞു കൊടുത്തപ്പോൾ ആർക്ക് കൊടുത്തു? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യമാണ്, പരസ്യമായിട്ട് പറഞ്ഞില്ല എന്ന് അവർക്ക് വേദന ഉണ്ടാക്കുന്നു വിചാരിച്ചു പറഞ്ഞില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. അബൂ ഹുദൈഫ, ഇതാണ് വിഷയം. ആര് ഓടിച്ചെന്നു? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നു. ഹുദൈഫ, നിങ്ങൾക്ക് സ്വകാര്യത്തിന്റെ ഒരു കെട്ട്, സീക്രസിയുള്ള എക്സ്ക്ലൂസീവ്, അങ്ങനെയാ അല്ലെ? എക്സ്ക്ലൂസീവ് ന്യൂസ് ഒക്കെ അല്ലേ ഇവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എക്സ്ക്ലൂസീവാണ്. ഇതാർക്കും അറിയില്ല ഹുദൈഫ തങ്ങൾക്കല്ലാതെ. ഹുദൈഫ, നിങ്ങൾ
ആ വിവരം എനിക്കൊന്ന് തരുമോ? ആരൊക്കെയാണ് മുനാഫിക്കുകളെന്ന് ആര് ചോദിക്കുന്നു? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ. സത്യഹക്കും ബാത്തിലും വേർതിരിച്ചു തന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകയാണ്, ചോദിക്കുകയാണ്, ഹുദൈഫ ആ പേരൊന്ന് പറഞ്ഞുതരുമോ? ഞാൻ പറഞ്ഞുതരില്ല, ഇത് സ്വകാര്യം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വകാര്യമാണ്, സ്വകാര്യം ഞാൻ പരസ്യപ്പെടുത്തൂല. നബി തങ്ങളുടെ കാലശേഷം പറഞ്ഞു കൊടുക്കാൻ പറ്റും, തങ്ങൾ ജീവിച്ചിരിക്കുക അത് സ്വകാര്യമാണ്, പറഞ്ഞുതരില്ല എന്ന് പറഞ്ഞു. ഹുദൈഫ പറഞ്ഞുതരില്ല. ആരാ ചോദിക്കുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾക്ക് ഒരു വിഷയം അറിയേണ്ടത്. ഉമർ തങ്ങൾ, ഹുദൈഫ ഞാൻ ചോദിക്കുന്നതേ ആ മുനാഫിക്കീങ്ങളുടെ മൊത്തം പേരിലെ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നുള്ള പേരുണ്ടോന്നാ എനിക്ക് അറിയേണ്ടത്, അത് പറഞ്ഞാ മതിയാണ്. നമ്മളൊക്കെ സ്വർഗത്ത് പോകാൻ കുപ്പായിട്ടിരിക്കുകയാണ്, റെഡിയാണ്. അള്ളാഹുവിനെ വിളിച്ചാൽ നേരെ സ്വർഗത്തേക്കാണ്. നമ്മൾ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നത് അതാണ്. പക്ഷെ ഒരാൾക്കും അത് വീമ്പിളക്കി പറയാൻ പാടില്ല എന്നാ, ഞാൻ സ്വർഗത്തേക്കാണ്, ഞങ്ങൾ ആൾക്കാർ സ്വർഗത്തേക്കാണ്, അതൊന്നും പറയാൻ പാടില്ല. എന്തൊരു ഗൗരവമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. ഉമർ തങ്ങൾ ചോദിക്കുക, മുനാഫിക്കീങ്ങളുടെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു, ആരാണ് അവരൊക്കെ? സ്വർഗമാണെന്ന് ഉറപ്പുള്ള സ്വഹാബിയാണ്. ചോദിക്കുകയാണ്, ഹുദൈഫ മുനാഫിക്കീങ്ങളുടെ പേരിൽ എന്റെ പേരുണ്ടോ? എന്താണ് ആ ഈമാനൊക്കെ? എന്താണ് ആ ഈമാൻ? അവർക്കൊക്കെ ഭയങ്കര, നമുക്ക് എന്താ ധൈര്യം? നമ്മുടെ ധൈര്യം കൊണ്ടാണ് നമ്മളിപ്പോ ബേജാറായി പോകുന്നത്. അവർക്ക് പേടിയായിരുന്നു, പറയാൻ ധൈര്യമില്ല. അവര് സ്വർഗത്തിലാന്ന് ഉറപ്പാ അല്ലേ? തോൾ പിടിച്ചിട്ടല്ലേ പറഞ്ഞത്? സിദ്ദീഖ് ഉമർ തങ്ങളുടെയും തോളിൽ പിടിച്ചിട്ട് അല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ സിദ്ദീഖ് എന്നവർ വലതുഭാഗത്തിരിക്കുന്നു, ഉമർ തങ്ങൾ ഇടതുഭാഗത്ത്. രണ്ടുപേരുടെയും തോളിൽ കൈവച്ച് തങ്ങൾ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഹകദാ യദ്ഖുലു സലാസതുനൽ ജന്ന, നമ്മൾ മൂന്ന് പേരും ഇങ്ങനെ സ്വർഗത്തിൽ കടക്കുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് എന്നവരുടെ തോളിൽ, ഉമർ തങ്ങൾ എന്നവരുടെ തോളിൽ, മൂന്ന് പേര് ഒരുമിച്ചല്ലേ കിടക്കുന്നത് റൗദയിൽ, പരിശുദ്ധ റൗദയിൽ അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്നു. അവരുടെ തോളിൽ തല വെച്ചുകൊണ്ട് തോൾഭാഗത്ത് തല വന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചുമൽ ഭാഗത്ത് തല വന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു, മൂന്ന് പേരും ഒരുമിച്ചാണ് കിടക്കുന്നത്. ഹാകദാ, നമ്മൾ ഇങ്ങനെ സ്വർഗത്തിൽ പോകും അബൂബക്കർ എന്ന് പറഞ്ഞ ഉമർ തങ്ങളാ, ഞാൻ മുനാഫിക്കാണോ, എന്റെ പേര് അതിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അമല് ചെയ്തിട്ടാണ് സമാധാനിക്കരുത്. ഞാൻ ഉംറക്ക് ചെയ്തു, അൽഹംദുലില്ലാഹ്, അത് അല്ലാഹു സ്വീകരിച്ചോ, ഇതാ വിഷയം. 50,000 കൊടുത്തിട്ടുണ്ട്, ഇതോടൊന്നും കാര്യമില്ല. ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അത് അല്ലാഹു സ്വീകരിച്ചുവോ, ഇതാണ് വിഷയം. ഇത് നമ്മൾ ആലോചിക്കണം. 50,000 കൊടുത്തു ഞാൻ ഉറൂസിന്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പള്ളിക്ക് ഞാൻ 1,00,000 കൊടുത്തു, അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ഇത് സ്വീകരിച്ചിട്ടുണ്ടോ, ഇത് പേടിക്കണം എന്നാ. സൂറത്തുൽ ഫുർഖാൻ. സദഖ കൊടുക്കുമ്പോഴും മുഅ്മിന് പേടിയാ. എന്ത് പേടി? ഇത് അല്ലാഹു സ്വീകരിക്കുമോ, ചോനെ അല്ലാഹു തട്ടിക്കളയോ, എന്റെ അല്ലാഹു കബൂലാക്കുമോ, ഇങ്ങനെ ചിന്തിക്കേണ്ട ആളാണ്. ഈ ഉമർ ഫാറൂഖ് തങ്ങൾ ഓടിച്ചെന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാത്തിബ് റസൂലില്ലാഹ് തങ്ങളോട് ചോദിച്ചു. അവർ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് കാനന്നാസു യസ്അലൂന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ, ജനങ്ങൾ തങ്ങളോട് നന്മ എന്താണെന്ന് ചോദിക്കുക. നബിയെ, നന്മ എന്താണ്? പഠിപ്പിച്ചു തരൂ നബിയെ, ഒരു നല്ല കാര്യം പഠിപ്പിച്ചു തരൂ നബിയെ, എന്തെങ്കിലും ഒരു ചൊല്ലാൻ പഠിപ്പിച്ചു തരൂ നബിയെ, ഒരു വിജയിക്കാൻ പറ്റുന്ന 2 കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചോദ്യം വരിക. ഞാൻ തങ്ങളോട് ചോദിക്കാറുള്ളത് വകുന്തു അസ്അലുഹു അനി ശർ, എന്തൊക്കെയാണ് ശർറുകൾ, എന്തൊക്കെയാണ് നാശം വരുത്തുന്ന സംഗതികൾ, എന്തിന്? മഖാഫത അൻ അഖഅ ഫീഹി, ആ ശർറിൽ ഞാൻ ചെന്ന് പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാ തങ്ങളോട് എപ്പോഴും നബിയെ ശർറുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാ ചോദിക്കുക. എല്ലാവരും ഖൈർ എന്തൊക്കെയാ ചോദിച്ചു പിടിക്കാൻ, ഞാൻ ശർറിൽ പെട്ടുപോകാതിരിക്കാൻ ശർറുകളെ കുറിച്ച് ചോദിക്കുമായിരുന്നു. ഖുൽതു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ സ്വലാത്തുണ്ടല്ലോ, തങ്ങളോട് ചോദിച്ചു, മന്നല്ലാഹു അലൈനാ ബിഹാദൽ ഖൈർ, നബിയെ മുസ്ലിമാകാനുള്ള ഭാഗ്യം, അങ്ങയെ നബിയായി സ്വീകരിക്കാനുള്ള ഭാഗ്യം, പരിശുദ്ധ ഖുർആനിന്റെ വഹയിന്റെ സാക്ഷികളാകാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകിയല്ലോ. ഈ വലിയ ഖൈറല്ലേ അല്ലാഹു നൽകിയത്. ഹൽ ബഅദ ഹാദൽ ഖൈരി മിൻ ശർ, ഈ നന്മകൾക്ക് ശേഷം എന്തെങ്കിലും ഷർറുകൾ വരാനുണ്ടോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിനോളം മുസ്ലിമീങ്ങൾക്ക് ഒരു ഫിത്ന ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. അത്ര വലിയ പരീക്ഷണം എന്ന് പറഞ്ഞ പരീക്ഷണം.
ഇതിലേക്ക് പരീക്ഷണം ഏറ്റവും പ്രബലമായ അർത്ഥമെന്നാണ്. അങ്ങനെ ഒരു പരീക്ഷണം തങ്ങളുടെ വഫാത്തിനോളം സ്വഹാബത്തിന് അനുഭവിക്കാൻ പറ്റില്ല. വഹയൊന്നും പോയില്ലേ, അള്ളാന്റെ ഹബീബ് പോയില്ലേ. നമ്മളൊക്കെ ഹംസുലുലമ വഫാത്തായി ആ സങ്കടം ഇന്നും പറയും. കുറച്ചുവരെ ഹംസുലുലമക്ക് പകരം ഹംസുലുലമല്ലേ ഉള്ളൂ, കണ്യത്തുസ്താദിന് പകരം കണ്യത്തുസ്താദല്ലേ ഉള്ളൂ. നമുക്ക് മഹാന്മാർ അല്ലേ വൈകുട്ട് ഉസ്താദ് ഇൻഷാ അല്ലാഹ് അവിടെ വരാനിരിക്കാൻ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. പക്ഷേ ചില മഹത്തുക്കൾക്ക് പകരം വെക്കാനില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രയോഗം ആലോചിച്ച് നോക്കി. തങ്ങൾ പോയാൽ എന്താണ് അവിടുത്തെ അവസ്ഥ? എങ്ങനെ സ്വഹാബത്ത് താങ്ങിയത്? എങ്ങനെ അവർക്കത് സ്വീകരിക്കും? സ്വഹാബത്തൊക്കെ ഹൈറാനായി പോകുന്നു. നബിയേ, ഇത്രയും വലിയ നന്മകൾ അല്ലാഹു നൽകിയതിന് ശേഷം ഇനി ശർറ് വരാനുണ്ടോ? നഅം, ഉണ്ട് ഹുദൈഫ, ശർറ് വരാനുണ്ട്. അടുത്ത ചോദ്യം, വഹൽ ബഅദ ഹാദ അശ്ശർരി മിൻ ഖൈർ? ഈ തിന്മകൾക്ക്, ഈ ശർറിന് ശേഷം പിന്നെ ഒരു നന്മ വരാനുണ്ടോ? ഉണ്ട്. ഖാല നഅം വലാകിൻ ഫീഹി ദഖൻ. ദഖൻ, നന്മ വരാനുണ്ട്, പക്ഷേ അതിൽ ദഖനുണ്ട്. വമാ ദഖനു, എന്താണ് നബിയെ ദഖൻ എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ, ഖിലാഫത്തിന്റെ അവസാന കാലങ്ങളിൽ ഫിത്നകളുണ്ടായി, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നെ നന്മ വരും, പക്ഷെ ദഹനുണ്ട്. എന്താണ് ദഹൻ എന്ന് പറഞ്ഞാൽ? ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ, മിൻ ബനി ജിൽദത്തിന, നമ്മുടെ ആളുകളാണ്, യതകല്ലമൂന ബിഅൽസിനതിന, നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നവർ, വയുസല്ലൂന ഇലാ ഖിബ്ലതിന, നമ്മുടെ ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നവർ. അൽസിനതുഹും അൽസിനതുൽ അറബ്, അവരുടെ നാവ്, അവരുടെ ഭാഷ, അവരുടെ പദപ്രയോഗങ്ങൾ മുസ്ലിമീങ്ങളായ ആളുകളുടെ, അറബികളുടെ പദപ്രയോഗങ്ങളാണ്. പക്ഷേ വഖുലൂബുഹും ഖുലൂബുൽ ആജിം, ഹാർട്ടിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് അമുസ്ലിമിന്റെ സംസ്കാരമാണ്. അമുസ്ലിമിന്റെ സംസ്കാരം ഹാർട്ടിന്റെ ഉള്ളിൽ. പക്ഷെ ആളും സ്വലാത്ത് നിസ്കാരത്തിൽ വരുന്നുണ്ട്, യാ അല്ലാഹ്, എല്ലാ പരിപാടിക്കും സജീവമാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്? പാശ്ചാത്യ സംസ്കാരത്തോട്, ആജിമിന്റെ, ഇസ്ലാമിന് അന്യമായ സംസ്കാരങ്ങളോടൊക്കെ വലിയ ഇഷ്ടമാണ്. എന്താണ് ഇങ്ങനത്തൊക്കെ? എങ്ങനെ അർത്ഥം പറയാം? നരകത്തിന്റെ വാതിലുകളിലേക്ക് വിളിക്കുന്ന ആളുകളാണ്. നരകത്തിന്റെ വാതിലുകളിലേക്കായി ഇവർ വിളിക്കുക. ആരവർക്ക് മറുപടി കൊടുക്കുന്നുവോ, അവർ പറയുന്നത് സ്വീകരിക്കുന്നുവോ, അവരെ പിടിച്ചവർ നരകത്തിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത്. ആ മുസ്ലിമീങ്ങൾ തന്നെ, പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇസ്ലാമല്ല. ഈ ഹദീസിനെ സംബന്ധിച്ച് പറയാം. തങ്ങളോട് ചോദിച്ചു, ഹബീബായ നബിയേ, ഇത്തരക്കാരെ ഞാൻ കാണാനിടയായാൽ, അവർ ഖുർആൻ ഓതുന്നുണ്ട്, അല്ലെ, അറബി പറയുന്നുണ്ട്, ഹദീസ് പഠിക്കുന്നുണ്ട്, സ്കരിക്കുന്നവരാണ്, പക്ഷേ ഉള്ളിലുള്ള ഇസ്ലാമിനോടൊക്കെ വലിയ പുച്ഛമാണ്, ഇതിനോടൊക്കെ തീരെ ഇമ്പക്കുറവ്, ഇഷ്ടം മറ്റു പലതിനോടുമാണ്. ഇങ്ങനത്തെ അവരെ ഞാൻ കണ്ടാൽ എന്ത് ചെയ്യണം? ഇൽസം ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമഹും, മുസ്ലിമീങ്ങളുടെ ജമാഅത്തിന്റെ കൂടെ നിൽക്കണം, മുസ്ലിമീങ്ങളുടെ സംഘത്തിന്റെ കൂടെ നിൽക്കണം. ഒറ്റക്കുണ്ടായ തട്ടിക്കൊണ്ടുപോകുന്ന പിശാച്. മുഅ്മിനീങ്ങളുടെ കൂടെ നിൽക്കുക, ജമാഅത്തിന്റെ കൂടെ നിൽക്കുക. ഇൽസം ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമഹും, അവർ മുസ്ലിമീങ്ങളുടെ നേതാവ് എന്ത് പറയുന്നുവോ അത് കേട്ടേക്കണം. മുസ്ലിമീങ്ങളുടെ ജമാഅത്തിന്റെ കൂടെ നിൽക്ക്, വിഘടിച്ചു പോകല്ല, കൂടെ നിൽക്ക്, ഒരുമിച്ച് നിൽക്ക്. വിഘടനം എളുപ്പമാണ്, മുറി കൂട്ടിച്ചേർക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് ഇൽസം, ഒപ്പം നിൽക്ക്. നമ്മളെ കൊണ്ടൊരു വിഘടനം ഉണ്ടാവും, എന്നെ കൊണ്ട് ഇവിടുത്തെ പള്ളി വിളിക്കേണ്ട അവസ്ഥകൾ, എന്നെ കൊണ്ട് മദ്രസ ഊരി വെക്കേണ്ടത്, എന്നെ കൊണ്ടൊരു ഫിത്നയോടെ വരരുത്. അങ്ങനെ നീ ചിന്തിച്ചോ? ആരോട് പറഞ്ഞു കൊടുക്കുക? പറഞ്ഞു, നബിയേ, ഒരു കാലത്ത് അങ്ങനെ ഒരു മുസ്ലിമീങ്ങളുടെ സംഘവും കിട്ടാനില്ല, ഒരു ഇമാമും അവർക്കില്ല, ഞാൻ എന്ത് ചെയ്യണം? എന്റെ പൊരയിലിരുന്നോ, പുറത്തിറങ്ങണ്ട, അങ്ങനത്തെ കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൽ ഇതിപ്പോ അർത്ഥം ശരിക്കും പച്ചയിൽ അർത്ഥം വെച്ചപ്പോ കുറെ ആൾക്കാർക്ക് എഴുന്നേറ്റ് പോകാനൊക്കെ തോന്നിയത് വരും. പക്ഷെ അങ്ങനെ മുദ്രയ്ക്കാൻ പോവാന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഈ പറഞ്ഞത്, മുസ്ലിമീങ്ങളായ ആളുകൾ
ഇസ്ലാം ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ ഈ വാതിൽ പോകുന്ന ആൾക്കാരെന്നെ ഗാനമേളക്കും പോകും അല്ലേ? എല്ലാം നല്ല എല്ലാറ്റിനും വാതിലും റെഡിയാണ്, റൂസ് പരിപാടിക്കും റെഡിയാണ്, ഗാനമേള വെച്ചാൽ അതിനും വരനൊക്കെ തന്നെ ഉണ്ടാവുക. ഉള്ളിന്റെ ഉള്ളിൽ പാശ്ചാത്യ സംസ്കാരം, ഇത് പാടില്ലാത്ത സംഗതി. ഈ ഗാനമേളക്കൊന്നും ഒരു ഫത്വയും ഒരു സംഘടനയൊന്നും കിട്ടൂലല്ലോ. എനിക്ക് അതാണ് അത്ഭുതം. ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ, ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ കലാമിനോട് സ്നേഹമുള്ള ഒരാൾക്ക് ഒരു മ്യൂസിക്കും ആസ്വദിക്കാൻ കഴിയില്ല. അതതിന്റെ പ്രത്യേകത. അവർക്കത് കേട്ടാൽ കൂടി പടച്ചോരെ ഞാൻ ഹറാമാളെ കേട്ടുകൊണ്ടിരിക്കുന്നു, ചെവി ഞാൻ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. മസാമീർ, ഇതൊക്കെ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തതല്ലയോ? ഇമാമുൽ ഗസാലി തങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആലാത്തുൽ ലഹ്വ്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളമാണ്. അത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ നിസ്സാരം മൊബൈലിൽ പോലും ഒരു മ്യൂസിക് റിംഗ് ടോൺ ഇല്ലാതെ വെക്കാൻ വയ്യ. എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കണ്ടേ? വരുന്നുണ്ടെന്ന് അറിയാൻ. അങ്ങനെ നിർബന്ധിതാവസ്ഥയിലെങ്കിലും കേൾക്കേണ്ടി വരും അല്ലേ? അപ്പോ ഗാനമേളകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിമീങ്ങൾ ഇതായി പറഞ്ഞില്ല. അത്തരം മ്യൂസിക് നൈറ്റുകൾ, അത്തരം മ്യൂസിക് പരിപാടികൾ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം പേരുള്ളവർ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർ, മുസ്ലിം തറവാട്ടിൽ ജനിച്ചവർ. പക്ഷേ ഇവർ ഇതിന്റെ മാർക്കറ്റിംഗ് ആണ്. അവർ നരകത്തിന്റെ വാതിലിലേക്ക് അവർ ആളുകളെ വിളിക്കുകയാണ്. ഇന്നാലിന്റെ സ്റ്റേഡിയത്തിലെ പരിപാടി, അനൗൺസ്മെന്റുകളിൽ പോവുക. എന്റെ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ടിക്കറ്റ് എത്ര? 10 രൂപ മുതൽ 250, 2000 വരെ എത്ര വെച്ചാൽ കുട്ടിക്കോളും. നരകത്തിലേക്ക് ഇവർ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, നമുക്ക് പറ്റൂല. ഇതൊക്കെ ജായിസാണ്, ഫത്വ വരാൻ പറ്റുമോ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലങ്ങ് നടക്കുന്നുണ്ടോ, അയൽപക്കത്ത് നടക്കുന്നതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് പാടില്ലാത്തതാണ്. നമ്മൾ കാസർഗോട്ടുകാർ, പ്രത്യേകിച്ച് ഈ പ്രദേശം മുട്ടുന്തല, അള്ളാഹുവിന്റെ മഹാന്മാർ അന്ത്യവിഷം കൊള്ളുന്ന സ്ഥലമാണ്. കാസർഗോഡ് ജില്ലയിലെ ഒരുപാട് മഹാന്മാരെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച സ്ഥലല്ലേ? എന്താ ഈ നാട്, ഈ മണ്ണിൽ അള്ളാഹു നൽകുന്ന ഈ മഹത്വം, ഇവിടെ ഇസ്ലാമിന്റെ ദീനിന് അള്ളാഹു നൽകുന്ന ഇസ്സത്ത്, മുസ്ലിമീങ്ങളുടെ കയ്യിൽ അള്ളാഹു നൽകുന്ന നിഅമത്ത്, ഇതൊക്കെ ഒരുപാട് മഹത്തുക്കളുടെ കാൽ സ്പർശമേറ്റ മണ്ണിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാ അല്ലാഹ്, ഇവിടെ നമ്മൾ തോന്നിവാസം ചെയ്യരുത്. ഇതിനൊക്കെ മുസ്ലിമീങ്ങളല്ലേ? അവർ ഗാനമേളയും പല ഇശൽ നൈറ്റുകളും ഒക്കെ നടത്തും. മ്യൂസിക് പരിപാടി നമുക്ക് പറ്റൂല. കേൾക്കാൻ ഇഷ്ടമുണ്ട്, അത് വിചാരിച്ച് ഹലാലാക്കാൻ പറ്റുമോ? കേൾക്കാൻ ഇഷ്ടമാണല്ലോ പഠിച്ചോ. എങ്ങനെ സ്ഥലം ബോധവേദിക്ക് വല്ലാത്ത ഇഷ്ടം. പക്ഷെ ആ മുട്ടും മ്യൂസിക് ഒന്നും ഇല്ലാതെ എങ്ങനെ കേൾക്കാൻ പറ്റില്ല. മ്യൂസിക്കോടുകൂടെ പറ്റൂല. അത് ആരാണെന്ന് ഹലാലാക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഫത്വ ഒരു സംഘടനയും, ഖുർആനോ ഹദീസോ ഇജ്മാഅോ ഖിയാസോ ഇസ്ലാമിന്റെ ഉസൂലുകൾ മനസ്സിലാക്കുന്ന ഒരാൾക്കും അനുകൂലിച്ച് ഫത്വ വരാനും പറ്റൂല. പിന്നെ എന്താ അർത്ഥം? ഇത് തെറ്റാന്നൊക്കെ അറിയും, പക്ഷെ നമുക്കത് ഇഷ്ടമാണല്ലോ, നമ്മൾ നടത്തുക. എത്രയാ വരുമാനം? അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് 4 കുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഹറാം. വരുമാനം ഉണ്ടാക്കൽ തന്നെ ഹറാം. പിന്നെ അത് ഈ കുട്ടികളെ കല്യാണത്തിൽ കൊണ്ടുപോയി കൊളാക്കല്ല, ചെയ്യാൻ പാടില്ല. എത്ര വലിയ, അതുകൊണ്ട് ഇനി വെള്ളം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. കസ്ബ് ഹറാമാണ്. പിന്നെ അതുകൊണ്ടുള്ള ഇൻഫാഖും അള്ളാഹു സ്വീകരിക്കൂല. അപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകുന്നു. എന്താ പറഞ്ഞത്? നമ്മുടെ ഭാഷ സംസാരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആൾക്കാരാണ്. അത് നടത്തിക്കോട്ടെ, കുട്ടികളല്ലേ. എന്താ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ? ഒരു പേർഷ്യൻ ചിന്തകനുണ്ട്. അദ്ദേഹം പറയാ, നമ്മൾ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് 15 വയസ്സ് വരെ വിടും. കുട്ടികളല്ലേ, സാറില്ല, സംസ്കാരം തുടങ്ങിയിട്ടില്ല പോട്ടെ. 15 മുതൽ 40 വരെ യുവാവാണെന്നാ ശറഅ പറയാ. അപ്പൊ കുതിരർച്ച നടക്കുമ്പോൾ പറയും, ചെറുപ്പക്കാരല്ലേ, കുറച്ച് കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ ഇപ്പോ പുതിയാപ്പിളാരെ കിട്ടാൻ പ്രയാസമാണ്. എന്താ ഉണ്ടല്ലേ, നിങ്ങളെ നാട്ടുകാരെ പറ്റി വളരെ നല്ല നാട്ടുകാരാണ്. എല്ലായിടത്തും വൃത്തികെട്ട ആൾക്കാരുണ്ടല്ലോ, പക്ഷെ ഇവിടെ ഇപ്പൊ വളരെ നല്ല ആൾക്കാരാണ്. ഞാൻ വൈശിഷ്ടാന്ന് പറയാം, മലപ്പുറത്തൊന്നും ഇപ്പൊ ഇങ്ങനെ ചെറുപ്പക്കാരിങ്ങനെ വളണ്ടിയർമാരൊന്നും മലപ്പുറത്ത് കിട്ടാനില്ല. സുബ്ഹാനല്ലാഹ്. വളരെ എന്തൊരു ആവേശം, എന്തൊരു ഇസ്സത്തും. പിന്നെ ഇടക്ക് കുറിച്ച് കിടക്കണ്ടോ, അത് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും മോശം എന്ന് പറയാൻ പാടില്ല, ഒക്കെ നല്ല ആളുകളാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോ ഒരു 40 വയസ്സ് വരെയൊക്കെ കുതിര വിട്ട് നടക്കുമ്പോൾ പറയും, ചെറുപ്പക്കാരല്ലേ, കോഴിക്കോട്ട് അല്ലേ, കാസർഗോഡ് ഭാഷ പറയാം. ഈ കോഴിക്കോട്ട് എന്ന് പറഞ്ഞ് 40 വയസ്സ് വരെ വിട്ടു. ശരി, ഇനി 40 കഴിഞ്ഞിട്ട് നിസ്കാരം തുടങ്ങാൻ പോവുക. പിന്നെ ഒരു ഊര വളയുന്നില്ല, ഊരക്ക് വേദന, മുട്ടുകാലിൽ വേദന തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിസ്കരിക്കാനും വയ്യ. പിന്നെ ഇപ്പൊ അള്ളാഹ് കൊടുക്കാൻ സമയം എവിടെ? ഇതാ ചോദ്യം. 15 വയസ്സിലെ കുട്ടി എന്ന് പറഞ്ഞു വിട്ട്, പിന്നെ യുവാവ് ചെറുപ്പക്കാരല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ട്,
പിന്നെ സമയമൊക്കെ ആയി നോക്കുമ്പോൾ ഇബാദത്ത് ചെയ്യാനും വയ്യ. പിന്നെ അള്ളാഹുവിന്റെ സമയം എവിടെ? അള്ളാഹു കൊടുക്കാൻ നിന്റെ കയ്യിൽ സമയം എവിടെ? ഇന്ന മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ യസ്തഹില്ലൂനൽ ഹിറാ വൽ ഹരീറ വൽ മആസിഫ്. എന്റെ ഉമ്മത്തിൽ വരാനുണ്ട് ചില ആളുകൾ, മൻ യസ്തഹില്ലൂന, ഹലാലാണെന്ന് വിചാരിക്കുന്നവരോ ഹലാലാണെന്ന് ഫത്വ കൊടുക്കുന്നവരോ വരും. ആരൊക്കെ? എന്തിനെ സംബന്ധിച്ച്? അൽ ഹിറ വൽ ഹരീറ വൽ മആസിഫ്. മറ്റൊരു ഹദീസിൽ വരിബ, പലിശ ഹലാലാണെന്നോ, സിൽക്ക് വസ്ത്രം പുരുഷന്മാർക്ക് ഹറാമാണ്, അത് പുരുഷന് ജായിസാണെന്ന് ഫത്വ കൊടുക്കുന്നവരും, വൽ ഹിറ, വ്യഭിചാരം പച്ചയായ ഹറാമായിരിക്കെ അത് ഹലാലാണെന്ന് പറയുന്നവരും, വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ കേൾക്കുന്നതോ പഠിക്കുന്നതോ അത് കൊണ്ട് നടക്കുന്നതോ ഹലാലാണെന്ന് ഫത്വ കൊടുക്കുന്നവർ എന്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്ന് ദീർഘദൃഷ്ടിയുള്ള അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ കാണും. എത്രയാണ് ആഗോളാടിസ്ഥാനത്തിൽ നോക്കിയാൽ, അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ നോക്കിയാൽ ഇതൊക്കെ ഹലാലാന്ന് കൊടുക്കുന്ന പണ്ഡിതന്മാരുണ്ട്. സോ കോൾഡ് സ്കോളേഴ്സ്, ചെയ്യാ പണ്ഡിതന്മാരല്ല, അവർ പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കുന്നവരാ. പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടാൽ പിന്നെ ആലിമായി എന്നാ വിചാരം ആൾക്കാർ. യൂട്യൂബ് എന്ത് യൂട്യൂബ് ആർക്കും ചെയ്തോണ്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്താല് ആണ്ട് ഷേഖ് ഇമാം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, വിളിക്കുന്നതാണ്. പിന്നെ അവര് പറയണതൊക്കെ ദീനാന്ന് വിചാരിക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇന്ന് വലിയ ഷേഖ് എന്നൊക്കെ പറഞ്ഞ ഗൂഗിളാണ്. ഷേഖ് ഗൂഗിൾ. ഗൂഗിളോട് ചോദിച്ചാൽ എല്ലാം കിട്ടും അല്ലെ? അറബിയിൽ ടൈപ്പ് ചെയ്താൽ മസാല കിട്ടും, ഫത്വ കിട്ടും. ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മലയാളത്തിലൊക്കെ അല്ലേ? അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അതൊക്കെ മനുഷ്യന്മാർ അപ്ലോഡ് ചെയ്യുന്ന സംഗതിയല്ലേ. അതിന്റെ ഒതന്റിസിറ്റി, അതിന്റെ സോഴ്സ് ഷുഡ് ബി വെരിഫൈഡ്. നമ്മൾ അറിയാതെ എന്തെങ്കിലും ആരൊക്കെങ്കിലും കൊടുക്കുന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ വാട്സപ്പിലൊക്കെ എന്തെല്ലാം ഒക്കെ ഉറപ്പുവരുത്തുക. ഹലാൽ നല്ല ഉറപ്പുള്ള വിഷയങ്ങളുണ്ടാവും. പക്ഷെ ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആണ് വിളിച്ചു പറയാൻ പറ്റില്ല. ചിലത് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഹലാലാണെന്ന് പറയുന്നവർ വരും, പക്ഷെ ഹറാമാണ്. ഇത് പാശ്ചാത്യന്റെ സംസ്കാരമല്ലയോ? നിശാ ക്ലബ്ബുകൾ അല്ലെ? പാട്ടുപാടി ആസ്വദിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ആലാപനം. ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ്, ഷെയ്ഖ് സുദൈസ് അല്ലെ, അഫാസി, ഷെയ്ഖ് അഫാസി, ഷെയ്ഖ് തൊബലാവി, എന്തൊരു മനോഹരമായ ഖിറാഅത്തുകളാണ്. ഖുർആനിന്റെ ആപ്പുകൾ കിട്ടുമല്ലോ. ഖുർആൻ എക്സ്പ്ലോറിന്റെ ആപ്പുകൾ കിട്ടും, നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മഹാന്മാരായ ഖാരിഈങ്ങളുടെ ഖിറാഅത്തിന്റെ മധുരം, അതൊക്കെ കേട്ട ഒരു മ്യൂസിക്കും പിന്നെ ആസ്വദിക്കാൻ തോന്നില്ല, ആസ്വദിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? എല്ലാറ്റിനും ആൾക്കാരാവണ്ട, അള്ളാഹിന്റെ ആൾക്കാരാവുക. ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി നിർത്തുന്നോ അല്ലെങ്കിൽ ഗാനമേള എല്ലോ നടത്താൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ പിന്മാറുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയണില്ല. വിശ്വസിക്കുന്നത് നിങ്ങൾ പിന്മാറുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നാൽ ഈ സദസ്സിന് നിങ്ങൾ പുറത്തിറങ്ങി നേരം വെളുക്കുമ്പോഴേക്കും എമ്മി പറഞ്ഞൊക്കെ മാറുന്നു അല്ലേ? അതാണിപ്പോ സംഗതി. പടച്ചവനെ നേരം വെളുത്തപ്പോഴേക്ക് ഇന്നലെ രാത്രി കേട്ടതൊക്കെ മറന്നു. പിന്നെ നമ്മൾ നോട്ട് ചെയ്യാ എപ്പോഴാണ് ആ ഗാനമേള, എത്രയാ ഫ്രണ്ട് സീറ്റിന്റെ ടിക്കറ്റ് എന്നാ പിന്നെ നമ്മൾ ചോദിച്ചു നടക്കുന്നത്. നമ്മുടെ ആളുകൾ മുസ്ലിമീങ്ങൾ ആണ് വിഷയം. അവരുടെ നാവ് ഇസ്ലാമിന്റെ നാവാണ്, പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ പൈശാചികത ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറ്റൂല മുഅ്മിനീങ്ങൾ, നിങ്ങൾക്ക് അത് പറ്റൂ, ജായിസ് എന്നൊക്കെ പറഞ്ഞു തരാനാകാരം പൂതി, പക്ഷെ പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു ഹലാലാക്കിയതിൽ ഹലാൽ എന്ന് പറയാൻ പറ്റുള്ളൂ, ഹറാം ഹറാം തന്നെ. നമുക്കത് തീരുമാനിക്കാം, വേണോ വേണ്ടേ. അള്ളാഹു ഹറാമാക്കിയതാണ്, മ്യൂസിക് പറ്റൂല. അപ്പൊ അതേ വിഷയം. അപ്പൊ അത് ശരിയാണോ ഇത് ശരിയാണോ ഒക്കെ അങ്ങനെ എല്ലായിടത്തും നടക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ അറിയാതെ ഒരാൾ പെട്ടുപോയി. ബസ്സിൽ ഇങ്ങനെ പോവാണ്, ഡ്രൈവർ എന്ത് ചെയ്ത് നല്ല മ്യൂസിക്കുള്ള പാട്ടിട്ട് വെച്ചു, ഇയാള് തസ്ബീഹ് ദിക്റും ചൊല്ലി ഇരിക്കുകയാണ്. നല്ല 1-ാം നമ്പർ പാട്ടൊക്കെ ഉണ്ട്, സിനിമ പാട്ട് വെച്ചിട്ടുണ്ട്, മ്യൂസിക് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ സമയം ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ ചെവി പൊത്തിപ്പിടിച്ചാൽ ഇത് കേൾക്കും അല്ലേ? പക്ഷേ നിങ്ങളത് ആസ്വദിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് വിഷയം. ഒരു നിർബന്ധിതാവസ്ഥയിൽ പെട്ടതാണ്. ഇഗ്നോർ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? നടന്നോട്ടെ, നമ്മൾ നമ്മളെ പണി ചെയ്യാം. നിർബന്ധിതാവസ്ഥയാണ്. എല്ലാവർക്കും വേണ്ടി ഇടുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു യാത്രയിൽ ബസ്സിലൊക്കെ അങ്ങനെ ചിലപ്പോൾ കാണാറുണ്ട്, സീറ്റുണ്ട് പാട്ടുണ്ട് എന്നൊക്കെ പണ്ട് വിളിച്ചറിഞ്ഞത് എങ്ങനെയൊക്കെയാന്ന് അറിയില്ല, ബസ് സ്റ്റാൻഡുകളിലൊക്കെ. അപ്പോ സുബ്ഹാനല്ലാഹ്, നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ ഇഷ്ടമാക്കേണ്ടവരാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. قالوا ومن رويبضة يا رسول الله قال الرجل التافه يتكلم في أمر العامة
ഒരു കാലം വരും അന്ന് റുവൈബിള ആളുകളായിരിക്കും മുസ്ലിമീങ്ങളുടെ പൊതുപ്രശ്നത്തിൽ അഭിപ്രായം പറയുക. ആരാണ് റുവൈബിള? ഒരു നിലയും പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത ആള് മുസ്ലിമീങ്ങളുടെ മൊത്തമായ പ്രശ്നത്തിന് ആണോ പെണ്ണോ ആകട്ടെ പഠിക്കാതെ വിവരമില്ലാതെ മുസ്ലിമീങ്ങളുടെ അഭിപ്രായം ഇന്നതാന്ന് പറഞ്ഞ് ചാനലുകാരന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ചോദ്യം വരും, ഇവൻ മുസ്ലിമീങ്ങളുടെ റെപ്രസെന്റേറ്റീവ് 16 വയസ്സിൽ കെട്ടിക്കണോ കെട്ടിക്കണ്ടേ? അത് ഉലമാ പറയട്ടെ. എന്താണ് അതിന്റെ പൊരുളെന്ന് പണ്ഡിതന്മാർ പറയട്ടെ. എന്തേ ഇപ്പൊ ശരിയാത്ത് അത്തരം നിലപാടുകളിലേക്ക് നമ്മുടെ ഉലമാ പോകാൻ കാരണം എന്തേ? ഉലമാ വിവരമില്ലാത്തവർ 4 വാക്ക് സംസാരിക്കാൻ കഴിയുന്ന സാധാരണക്കാരൻ ഇൽമ പഠിക്കാതെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദീനിന്റെ ഇൽമില്ലാതെ അങ്ങോട്ട് പറയുന്നത് എത്രയോ ചില മുസ്ലിം പെണ്ണുങ്ങൾ വരെ അത്തരം വിഷയങ്ങൾ എതിർത്ത് സംസാരിച്ചു എന്നൊക്കെ കേൾക്കാൻ ഇടയായി. എന്താണ് ഇപ്പൊ പറയുന്നത്? ദീൻ നമ്മൾ സെക്യുലറിസ്റ്റുകളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വർത്താനം ബാധകമല്ല. നമ്മൾ സെക്യുലറിസ്റ്റാ പറയുന്നത്, അള്ളാന്റെ ദീനല്ല പറയുന്നത്. നമുക്ക് തോന്നുന്ന ഇഷ്ടപ്പെടുന്നത്, നമുക്ക് യുക്തമെന്ന് തോന്നുന്നത് ഇതാ നമ്മൾ പറയുന്നതെങ്കിൽ 18ഓ 21ഓ എന്തോ പറഞ്ഞോ അള്ളാഹു പറഞ്ഞ വിഷയമാണ്, ദീനാണ് നമ്മൾ പറയുന്നത്. അവിടെ ശ്രദ്ധിച്ചേവ അത് അതിന്റെ ആളുകൾക്ക് വിട്ടുകൊടുത്തേക്ക് ഫത്വ നൽകി പോയി അത് എന്ത് ചെയ്യാ? ഉലമാ പറഞ്ഞോട്ടെ, അവരെ പഠിപ്പിച്ചവര് എന്തിനാണ് ഈ പറയുന്നത്? എന്തേ 16 എന്തിനെ പ്രശ്നപ്പാടുണ്ടാക്കേണ്ട വല്ല കാര്യം? മുസ്ലിമീങ്ങളുടെ പൊതുപ്രശ്നത്തിൽ അഭിപ്രായം പറയുന്നത് ആര്? 16 കെട്ടിക്കണം എന്ന് പറയുമ്പോൾ 16ആകുമ്പോഴേക്കും പിന്നെ സ്കൂളിൽ നിന്ന് പിൻവലിക്കണം, DC വാങ്ങി പോരുന്ന ആൾക്കാരില്ല. അങ്ങനെ ഉണ്ടോ? അല്ലല്ലോ. അതാണോ ഈ പറഞ്ഞതിനർത്ഥം? എത്ര നല്ല മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ അന്തസ്സിൽ ഡിഗ്രിയും PG യും അല്ലെ അതിനപ്പുറത്തേക്ക് വലിയ വലിയ ഉദ്യോഗാർത്ഥികളായി പഠിച്ചു വരുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, പഠിക്കണമെങ്കിൽ പഠിച്ചോട്ടെ. പക്ഷേ ഒരു മുസ്ലിമായ പെൺകുട്ടിക്ക് വിവാഹത്തിലേക്ക് ആഗ്രഹം തോന്നിയാൽ എന്താ വിഷയം? ഓൾക്ക് കല്യാണം കഴിക്കണം. ഓൾ വിചാരിക്കാൻ പറഞ്ഞേക്കാൻ പറ്റുമോ? അവൾക്ക് കല്യാണം വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണ്. ഹലാൽ മുസ്ലിമല്ല, നമ്മൾ സെക്യുലറിസ പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നത് അവർക്ക് ബാധകമല്ല. നിങ്ങളുടെ യുക്തി ഇപ്പൊ വ്യഭിചാര പ്രശ്നമില്ലാത്തവരുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമ്മതത്തെ എന്ന വ്യഭിചാരത്തിന് കേസില്ല അല്ലെ? മതേതര രാജ്യത്തിന്റെ നിയമം അങ്ങനെയാ. പക്ഷേ ഇസ്ലാം അതല്ലല്ലോ. ഇസ്ലാം അതല്ല, ഇത് മുസ്ലിമിന്റെ വിഷയമാണ്. അത് തീരുമാനിക്കേണ്ടത് ഖുർആനാണ്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വ്യഭിചരിക്കാൻ പറഞ്ഞേക്കാൻ പറ്റുമോ? ഈ കുട്ടിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു, കണ്ടവന്റെ കൂടെ വിളിച്ചോടാൻ നിൽക്കുക. ഈ പെൺകുട്ടിക്ക് അച്ചടക്കത്തിലുള്ള ജീവിതം കൊടുക്കണം. ബാപ്പ എന്ത് പറയണം? നീ അവന്റെ കൂടെ വിളിച്ചോടിക്കുമെന്ന് പറയില്ലേ? 18 കഴിഞ്ഞിട്ട് വന്നിട്ട് നിക്കാഹ് ചെയ്ത് തരാം എന്ത് തോന്നിയോ? ഇത് മുസ്ലിമിന് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇത് ഇസ്ലാമിന്റെ കീഴിൽ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അല്ലാഹുവില്ല എന്ന് പറയുന്നവരോ പടച്ച തമ്പുരാൻ ഈ കാണുന്ന ലോകത്തെ ഇങ്ങനെ പൊട്ടിമുളച്ചതാണെന്ന് വിശ്വസിക്കുന്ന യുക്തിവാദിക്ക് ഒരു പക്ഷേ ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവില്ല. നീ മനസ്സിലാക്കേണ്ട കാര്യവുമില്ല. ഇത് മുസ്ലിമിന്റെ വിഷയമാണ്. ഇത് മുസ്ലിമിന്റെ വിഷയമാണ്. 16 വയസ്സോ അതിൽ താഴെയോ ഉള്ള ഒരു പെൺകുട്ടി എനിക്ക് കല്യാണം വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ കല്യാണം നടത്തി കൊടുക്കാൻ ലീഗൽ സാങ്ഷനുകൾ കൊടുക്ക്. ഇത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ? 16 ആയിരൊക്കെ കെട്ടിച്ചു വിടണമെന്നാണോ പറഞ്ഞത്? നീ 25 കെട്ടിച്ചോ 35 കെട്ടിച്ചോ, ആർക്കെന്ത് പ്രശ്നം? 16 ഉള്ള ഒരു കുട്ടി, 18ന്റെ താഴെ പ്രായമായ ഒരു കുട്ടിക്ക് ഹലാലായ രീതിയിൽ ഒരു കുടുംബ ജീവിതത്തിലേക്കുള്ള ആഗ്രഹം തോന്നി തുടങ്ങിയാൽ അവളെ വ്യഭിചരിക്കാനോ തോന്നിവാസത്തിനോ പറഞ്ഞേക്കുകയാണോ രക്ഷിതാവ് വേണ്ടത്? അതല്ല, അന്തസ്സിന് നിക്കാഹ് ചെയ്ത് കൊടുക്കലോ. ഇത്രയേ വിഷയമുള്ളൂ. ചാനലുകാരൻ സെലിബ്രേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത് കേട്ടോക്കുമ്പോ നമ്മളാൾക്കാർക്കും ശരി തന്നെ കേട്ടോ. ഉസ്താദുമാർ അരികെട്ടും കെട്ടി പറഞ്ഞതൊക്കെ എന്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. ദീനിന്റെ വിഷയം എന്താണ്, ഈ വിഷയം എന്ന് മനസ്സിലാക്കുന്നത് പഠിക്കുന്നില്ല. അങ്ങോട്ട് ചർച്ച ചെയ്യാൻ അവനവന്റെ യുക്തിക്ക് തോന്നുന്ന ചർച്ചയാണെങ്കിൽ ഇതൊന്നും അവർക്ക് പ്രശ്നമാവില്ല. ഇതവർക്ക് ചെവിയിലേക്ക് കടക്കുക. നമ്മൾ പറയുന്നത് ദീനിന്റെ കാഴ്ചപ്പാടിലാണ്. ഇത്രയല്ലേ വിഷയം ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു ഉദാഹരണം പറയാം. ഇങ്ങനെ മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ 4 കാശിന് വിലയില്ലാത്ത ആളുകൾ. എങ്ങനെ വിലയില്ല എന്നാ പറഞ്ഞത്? ദീനിയായിട്ട് ഇസ്ലാമിന്റെ വിവരമില്ല, പണ്ഡിതനല്ല, പഠിച്ച ആളല്ല. പക്ഷേ ചാനലുകാരന്റെ മുമ്പിൽ കയറിയിട്ട് പറയാം, ആരുടെ സ്വന്തം കുടുംബക്കാരുടെ പ്രശ്നമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ അഭിപ്രായം ഇതാണെന്ന് സ്വന്തം പേരിൽ ലോകത്തിന് പ്രചരിപ്പിക്കൂ. ഇങ്ങനത്തെ ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു അത്ഭുതമാണെന്നറിയോ ഈ ചാനലുകാരൊക്കെ വരുന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? മുസ്ലിം പൊതുവിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾ
വിവരമില്ലാത്ത ആളുകൾ രംഗത്ത് വരുമ്പോൾ ഈ പൊതു അഭിപ്രായ പ്രകടനം എങ്ങനെ പ്രകടിപ്പിക്കുക? അതിന് മീഡിയ വേണം. 4 ആൾ ഇതിന്റെ മൈക്കില്ലാത്ത കാലത്ത്, അല്ലെ, ഇത്തരം സോഷ്യൽ മീഡിയകളില്ലാത്ത കാലത്ത്, ടെലികാസ്റ്റിംഗ് സിസ്റ്റങ്ങളില്ലാത്ത കാലത്ത് 10 ആളുകളുടെ മുമ്പിൽ പറഞ്ഞാൽ മുസ്ലിം ബഹുജനത്തിന്റെ പൊതുഅഭിപ്രായം എന്നൊക്കെ പറയാൻ പറ്റുമോ? അതൊക്കെ പറയും എപ്പോഴാ? ഈ കാലഘട്ടത്തിൽ ഇത് പ്രസക്തമാണ്. ഈ കാലത്ത് ഇത് പ്രസക്തമാണ്. ചാനലുകൾ കൊടുത്താൽ പിന്നെ ലോകം ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ നന്മയും ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ജീവിതം തകരും. ഇപ്പോ അങ്ങനത്തെ പ്രശ്നമുണ്ട്. പണ്ടത്തെ കാലം പോലെയല്ല. ഒരു മിസ്റ്റേക്ക് വന്ന ആ മനുഷ്യന്റെ ജീവിതം തകർക്കുക ചാനലുകാരന്റെ ക്യാമറ കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങോട്ട് ആ മനുഷ്യന്റെ ഒരു നന്മയും പിന്നെ അവിടെ ഇല്ല. അതാണ് അങ്ങോട്ട് തകർക്കെ വിളിച്ചു പറയാൻ. അത് മറ്റവന്റെ കുടുംബക്കാരെയാലും കുഴപ്പമില്ല, അവന്റെ കെട്ടിയുള്ള വിഷയമായാലും കുഴപ്പമില്ല. ഇവർക്ക് എക്സ്ക്ലൂസീവ് ന്യൂസ്. ചാനലുകാർക്കൊക്കെ ചങ്ങല കിടേണ്ട നേരം കഴിഞ്ഞിട്ടുണ്ടെന്ന്. എന്തൊക്കെയാ വിളിച്ചു പറയേണ്ടതെന്ന് അറിയില്ല. എന്തൊക്കെയാ ഒരു സമൂഹത്തിന്റെ അഭിമാനം പിച്ചു ചെയ്യുന്നത്. അവർക്ക് വേണ്ടത് എക്സ്ക്ലൂസീവ് ന്യൂസുകൾ മാത്രമാണ്. അവർക്കത് പ്രശ്നമല്ല. ഒരാളുടെ അഭിമാനം അങ്ങ് തകർന്നിടയും, അവന്റെ കുടുംബവും അവന്റെ തറവാടും അങ്ങ് തകർന്നു വീഴും. ഒരു മിസ്റ്റേക്കിന് വിളിച്ചു പറയാൻ പറ്റുമോ? കുടുംബ വിഷയങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ഭയങ്കര എക്സ്ക്ലൂസീവ് ന്യൂസുകൾ. മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നത്തിൽ അതിന്റെ ആളുകൾ ഇടപെടട്ടെ, നീ അങ്ങ് കയറി പറയണ്ട. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു വിഷയം. ഇതാണ് അടുത്ത ഹദീസ് ഇബ്നു മാജഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസ്. സ്വഹീഹുൽ അൽബാനി എന്ന് പറഞ്ഞാൽ ഏത് പുത്തനാശയക്കാരനും സമാധാനമാകും. സ്വഹീഹുൽ അൽബാനി സ്വഹീഹായ ഹദീസ് എന്ന് പറയാം. യാ മഅശറൽ മുഹാജിരീൻ. ഭയങ്കര ഹദീസാണ് മുഅ്മിനീങ്ങളെ. എല്ലാം പറഞ്ഞു തീർക്കാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് പിന്നെ ഫ്രണ്ട്സൊക്കെ 11 മണിയില്ലേ? സമയം പറയല്ലേ, നേരം വൈകിയത്. അറിഞ്ഞാ പ്രശ്നം, അറിയാതെ അങ്ങനെ പോയാൽ കുഴപ്പമില്ല അല്ലേ? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് 11 വൈകാൻ തന്നെ നിർത്താം. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് മറ്റു ചില